എനിക്കിവിടെ ഒരു അടിവര ഇടണം. ഫ്രണ്ട്ഷിപ്പിന് മുകളിലാണെന്ന് പറഞ്ഞിട്ട് ലവേഴ്സിന്റെ പ്രവൃത്തികൾ കാണിക്കുമ്പോൾ ബന്ധം കിട്ടുന്നില്ല. ഇപ്പൊ പുറത്തു വന്ന ഒരു പ്രോമോയില് ജാസ്മിൻ ഗബ്രിയോടും റസ്മിനോടും ആ ഒരു വാഴത്തോട്ടത്തിൽ ഇരുന്ന് പറഞ്ഞു കേട്ടൊരു കാര്യമാണ്. മിഡ് നൈറ്റ് പ്രോമോ അപ്ഡേറ്റുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇതിന് റിപ്ലൈ ആയിട്ട് നമ്മുടെ ഗബ്രി പറയുന്നു, ഒന്നെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്നും പോകണം, അല്ലെങ്കിൽ ഇവൾ ഈ വീട്ടിൽ നിന്നും പോകണം. അങ്ങനെയാണെങ്കിൽ ഇതിലൊരു ക്ലാരിറ്റി വരും. ഉടനെ ജാസ്മിൻ, പക്ഷെ എത്ര നാൾ ഒരു സത്യത്തെ നീ കള്ളമാക്കി പറഞ്ഞുകൊണ്ടിരിക്കും? അപ്പൊ ഗബ്രി ചോദിക്കുന്നു, ഏത് സത്യത്തെയാണ് ഞാൻ കള്ളമാക്കി പറയണേ എന്ന്. അപ്പോ ജാസ്മിൻ റസ്മിനോട് പറയുന്നു, എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന്. അപ്പൊ ഉടനെ ഗബ്രി, എനിക്ക് ഇവളെ ഇഷ്ടമാണ്, പക്ഷെ ഇവളുമായിട്ട് ബന്ധത്തിലാവാനോ കല്യാണം കഴിക്കാനോ എനിക്ക് പറ്റില്ല എന്ന്. ജാസ്മിൻ വല്ലാതെ ഇമോഷണൽ ആയിട്ട് റസ്മിനോട് പറയുന്നു, എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടി, ജാസ്മിന് കിട്ടി എന്ന് പറയുന്നു. ഇവരുടെ ഈ ഒരു കോംബോ അല്ലെങ്കിൽ ഈ ഒരു സോ കോൾഡ് സിറ്റുവേഷൻഷിപ്പ്, റിലേഷൻഷിപ്പ് ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്, ഇതിനെക്കുറിച്ച് ഈ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ വീഡിയോസ് ചെയ്യുന്ന ഒരു ചാനലാണ് ഇത്. അതിലെല്ലാം നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഏതർ ഗബ്രി ഓർ ജാസ്മിൻ, രണ്ടുപേരില് ഒരാള് മറ്റേയാളെ യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എടുക്കുകയാണ്. ഇതെപ്പോഴും നമ്മളൊരു പോസിബിലിറ്റി ആയിട്ട് തന്നെ പറയാറുണ്ടായിരുന്നു. അതാരാണ് എന്നതിലൊരു ക്ലാരിറ്റി കുറവ് ഉണ്ടായിരുന്നു നമുക്ക് എപ്പോഴും അത് പറയുമ്പോഴത്തേക്കും. ഈ പ്രോമോ കണ്ടപ്പോൾ തന്നെ ആ കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ചോദ്യം മറുചോദ്യം, അങ്ങനെയാണ് ഇതിന്റെ ആ ഒരു നാളത്തെ ഈ ഒരു പരിപാടി വരുന്നത്. എന്ന് വെച്ചാൽ ഒരു ക്ലാഷ് പോലെ തന്നെയാണ് വരുന്നത്. ജാസ്മിനെ ഗബ്രി എന്ന് പറഞ്ഞാൽ ജീവനാണ്, അതാണ് എനിക്ക് മനസ്സിലായത്. ഭയങ്കര ഇഷ്ടമാണ് ഗബ്രിയെ, പ്രണയമാണ്. ജാസ്മിൻ ഗബ്രിയെ പ്രപ്പോസ് ചെയ്യുന്നത് നാളെ നമ്മളെ ലൈവില് കാണിക്കും. പച്ചവെള്ളം പോലെ ക്ലിയർ ആണ് ആരാണ് ഇവരുടെ ഒരു റിലേഷനെ യൂസ് ചെയ്തത് എന്നുള്ളത്. നടക്കാൻ പ്രാക്ടിക്കൽ അല്ലാത്തൊരു റിലേഷൻഷിപ്പിന്റെ പേരും പറഞ്ഞ് ഒരു പാവപ്പെട്ടവളുടെ പുറത്തെ ബന്ധവും തകർത്ത് ആ പാവപ്പെട്ടവനെയും വേദനിപ്പിച്ച് നാട്ടുകാരുടെ പുച്ഛവും അവനെ കൊണ്ട് കേൾപ്പിച്ച് അവളുടെ കുടുംബത്തെയും വേദനിപ്പിച്ച് ഒരു ഷോയിൽ നിന്നു പോകാൻ വേണ്ടി മാത്രം ഗബ്രി ജോസിന്റെ പ്ലാൻ മാത്രമായിരുന്നു ജാസ്മിനുമായിട്ടുള്ള ഈ ഒരു ലവ് ട്രാക്ക്. വെൽ പ്ലേഡ് ഗബ്രി, വെൽ പ്ലേഡ്. ഓക്കെ, വെൽ പ്ലേഡ്. എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, നാളെ കൊണ്ട് ഇവരുടെ രണ്ടുപേരുടെ കാര്യത്തിൽ നമുക്കൊരു നല്ല രീതിയിലൊരു ക്ലാരിറ്റി കിട്ടും. അതോടെ അവര് അടിച്ചു പിരിഞ്ഞ് രണ്ടു വഴിയാവുകയും ചെയ്യും. ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിമിൽ ഫോക്കസ് ചെയ്ത് കളിക്കട്ടെ ഇനിയെങ്കിലും. ബാക്കി നമുക്ക് നാളെ ലൈവ് കണ്ടതിന് ശേഷം പറയാൻ വേണ്ടി എന്തെങ്കിലും ബാക്കി വെക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.